ഹരിനാമകീർത്തനം ഒരു വേദാന്ത കൃതിയാണ്. ഭാഷാപിതാവായ എഴുത്തച്ഛനാൽ വിരചിതമായ ഈ സങ്കീർത്തനം വേദാന്ത പൊരുളിൻ്റെ ഉദ്ദീപനം തന്നെയാണ്. മകൾക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടാകാനും അതോടൊപ്പം മാലോകരിൽ വേദാന്ത തത്വങ്ങളുടെ സന്ദേശം നിലനിർത്തുന്നതിനും വേണ്ടിയാണ് സംപൂജ്യൻ ഈ പുണ്യകർമ്മം നിർവഹിച്ചത്. ദുർഗ്രഹമായ തത്വസംഹിതകളെ ലളിതവൽക്കരിക്കാനും ബഹുജനങ്ങളെ ദൈവീക ചിന്തയിലേക്ക് ആകർഷകമാക്കാനും കൂടിയുള്ള ഒരു സൽക്കർമ്മമാണിതെന്ന് നിസ്സംശയം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വേദജ്ഞനും ഭാഷാശാസ്ത്ര കോവിദനുമായ എഴുത്തച്ഛൻ ഐഹികേതര വിചാരധാരകളെ അധികരിച്ച് രചന നടത്തുമ്പോൾ അത് കൂടുതൽ മൂർത്തവും സാന്ദ്രവുമാകാനുള്ള സാധ്യത സ്വാഭാവികവുമാണ്. ഹരിനാമകീർത്തനം എല്ലാവരും എല്ലാ ദിവസവും പ്രഭാതത്തിലോ പ്രദോഷത്തിലോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപോ വായിച്ചാൽ ഈശ്വര സാക്ഷാത്കാരം പ്രാപിക്കാവുന്നതാണ്. 1-ാം ശ്ലോകം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ അഹങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമഃ. ഓംകാരത്തിൻ്റെ പൊരുളായ പരബ്രഹ്മം തന്നെ മായാസംബന്ധം കൊണ്ട് ത്രൈഗുണ്യഭാവത്തെ പ്രാപിച്ച് അഹങ്കാരങ്ങളായി ഭവിച്ചു. ഈശ്വരൻ തന്നെ മഹാവിഷ്ണു മഹേശ്വര സ്വരൂപേണ ആ അഹങ്കാരങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് സൃഷ്ടിസ്ഥിതി സംഹാര രൂപേണ പഞ്ചലീലയെ നടത്തുന്നു. ഈ വസ്തുസ്ഥിതി പ്രത്യക്ഷ രൂപേണ അനുഭവിച്ചറിയുന്നതിന് സഹായമായി ഭവിച്ച ശ്രേഷ്ഠ ഗുരുവായി വിളങ്ങുന്ന ഹരിരൂപനായ സാക്ഷാൽ നാരായണ, അങ്ങേക്ക് നമസ്കാരം.